ഷമീറ ഇതിനു മുൻപ് 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരുന്നു. ഇതെല്ലാം സിസേറിയനിലൂടെയാണ്. 4ാമതും ഗർഭിണിയായപ്പോൾ ആധുനിക ചികിത്സ വേണ്ടെന്നും അക്യുപങ്ചർ ചികിത്സ മതിയെന്നും നയാസ് തീരുമാനിച്ചു. ചികിത്സ നൽകാൻ ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടും നയാസ് തയ്യാറായില്ല. ഒരു 20 ടൈംസ് എങ്കിലും ആശാപ്രവർത്തകർ വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ ആരും വരരുത് എന്ന അവസാനം അവർ പലപ്പോഴും ആശാവർക്കിട്ട് പറയുന്നുണ്ടായിരുന്നു. അയാൾ ചികിത്സ നിഷേധിച്ചത് തന്നെയാണ് മരണകാരണം. ഉപേക്ഷിച്ച് കളയുമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് മാത്രമാണ് ഇവർ ഹോസ്പിറ്റലിൽ പോകാത്തത്. പുറത്ത് നമ്മളെ ആരടുത്തും സംസാരിക്കരുത്, മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. നയാസിന്റെ ആദ്യ ഭാര്യയുടെ മകൾ അക്യുപങ്ചർ ചികിത്സ പഠിക്കുന്നുണ്ട്. ഷമീറയുടെ പ്രസവം എടുക്കാൻ പ്രതി പ്രായപൂർത്തിയാകാത്ത ഈ മകളെയും ആദ്യ ഭാര്യയുമാണ് ഏർപ്പെടുത്തിയത്. ഇവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അക്യുപങ്ചർ ആരാണെന്നും അറിഞ്ഞൂടാ. പക്ഷെ 1-2 ദിവസം ഒരു കാറിൽ ഒരു പയ്യനും ഒരു പെണ്ണ് വരണുണ്ട്. നമ്മളത് കണ്ടില്ല ആളാരാണെന്ന്. 2-3 ദിവസം കയറിപ്പോവും, അവരിറങ്ങിപ്പോവും ഒക്കെ ചെയ്യും. ഇന്നലെ പ്രസവവേദന അനുഭവപ്പെട്ടിട്ടും ആശുപത്രിയിൽ പോയില്ല. അമിത രക്തസ്രാവം ഉണ്ടായിട്ടും ചികിത്സ ലഭ്യമാക്കാൻ വൈകി. തുടർന്ന് ബോധരഹിതയായ ഷമീറയെ നാട്ടുകാരിടപെട്ട് കരമനിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകൾക്ക് മുൻപേ അമ്മയും കുഞ്ഞും മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. പ്രതി നയാസിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്ത പ്രവൃത്തി മൂലമുള്ള മരണം എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ഗർഭിണിയെന്നുള്ളത്. അത് 5 ദിവസം കല്യാണം ഉണ്ടായിരുന്നു. അപ്പോഴേ പറഞ്ഞെങ്ങനെ ഗർഭിണി കാരണം വരാൻ പറ്റില്ല. സംസ്ഥാനത്ത് അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന അംഗീകാരമില്ലാത്ത അക്യുപങ്ചർ ചികിത്സാ കേന്ദ്രങ്ങൾക്ക് പൂട്ടുവീഴുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അക്യുപങ്ചറും അതും ഒരു ചികിത്സാ രീതിയാണെന്ന് വാദിക്കുന്നവരുണ്ടാവാം. അംഗീകാരമില്ലാതെ ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ ഏതെല്ലാം പ്രദേശത്ത് നടത്തുന്നുണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട്. സമീപ പ്രദേശങ്ങളടക്കം ഇത്രത്തോളം വീടുകളുണ്ടായിട്ടും ഇത്തരത്തിലൊരു മരണം നടന്നതുപോലും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. താഴെ ഒരു വീടുണ്ടായിരുന്നിട്ട് പോലും ആംബുലൻസ് വന്നതിന് ശേഷം മാത്രമാണ് മരണവാർത്തയടക്കം അറിയുന്നത്. അത്ര ദുരൂഹമായിരുന്നു കാര്യങ്ങൾ. ക്യാമറാമാൻ MS സുജിത്തിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.